മക്കളെ C4H10O മൊളിക്കുലർ ഫോർമുലയുടെ കോമ്പൗണ്ട് ഏതൊക്കെ ഐസോമറിസം കാണിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. C4H10O നമുക്ക് നോക്കാം. C4H10O എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐസോമറിസം കാണിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. C4H10O ഒരു ആൽക്കഹോൾ ആവാം. C4H10O എന്ന് പറഞ്ഞാൽ അതൊരു ആൽക്കഹോൾ ആവാം അല്ലേ. C4H10O ഇത് എന്ത് കാണിക്കും? ഇത് പൊസിഷൻ ഐസോമറിസം കാണിക്കാം. ഇത് പൊസിഷൻ ഐസോമറിസം കാണിക്കാം. ക്ലിയർ ആണ്. ഇത് ചെയിൻ ഐസോമറിസം കാണിക്കാം. ഇത് ചെയിൻ ഐസോമറിസം കാണിക്കാം. ചെയിൻ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ചെയിൻ ഐസോമറിസം കാണിക്കാം. ഇത് മെറ്റാമറിസം കാണിക്കാം. മെറ്റാമറിസം കാണിക്കാം. ഇത് മെറ്റാമറിസം കാണിക്കാം. ക്ലിയർ അല്ലേ? ഇത് മെറ്റാമറിസം കാണിക്കാം. സോറി, ഇത് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാം. അതേപോലെ തന്നെ ഇത് മെറ്റാമറിസം കാണിക്കാൻ പറ്റും. ഇതിന് മെറ്റാമറിസം കാണിക്കാൻ പറ്റും. സോ C4H10O എന്നുള്ള മോളിക്യൂൾ ചെയിൻ ഐസോമറിസം കാണിക്കും, പൊസിഷൻ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും, പൊസിഷൻ ഐസോമറിസം കാണിക്കും, ആൻഡ് മെറ്റാമറിസം കാണിക്കും. സോ ആൻസർ ഏതാ? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ അല്ലേ. എന്തൊക്കെ കാണിക്കും? ചെയിൻ ഐസോമറിസം കാണിക്കും, പൊസിഷൻ ഐസോമറിസം കാണിക്കും, ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും, മെറ്റാമറിസം കാണിക്കും. അപ്പൊ എല്ലാ ഐസോമറിസവും കാണിക്കും. ഓക്കെ.